ഇരുപത്തൊന്നെല്ലാം ജീവിച്ചവരോട്. എന്നിട്ട് ഇതിപ്പോ ജീവിക്കുന്നില്ല, കാണാൻ തോന്നുന്നില്ല. ഉണ്ട്, അപ്പനെ തോന്നുന്നില്ല, കാണാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഈ രണ്ട് ടേംസ് വെച്ചോണ്ട് ഇത് രണ്ടും ഞാനല്ല. 21 കൊല്ലം നിങ്ങൾ അവരോട് ജീവിച്ചപ്പോഴേ ചോദിക്കാൻ കുഴപ്പമുണ്ടോ? പറ. ഒരു കുഴപ്പമില്ല, നീ ചോദിച്ചു. അപ്പൊ 21 കൊല്ലം അവരുടെ വീട്ടിലല്ലേ താമസിച്ചത്? വേറെ എവിടെയെങ്കിലും ആണോ പഠിച്ചത്? അല്ലാടുള്ള ഒരുമിച്ച് ഒരു വീട്ടിലായിരുന്നു നിങ്ങൾ ഇത്രയും പേര്? എത്ര സഹോദരങ്ങള്? ഒരാളെ എനിക്ക് താഴെ അനിയത്തിയ? അവക്ക് താഴെ 3 പേര്, 2 അനിയത്തിമാര്, ഒരു ചെറിയ അനിയനും. ഈയുടെ അപ്പോഴേ ഞാൻ ചോദിക്കുന്നത് പ്രശ്നമുണ്ട് എന്റെ പൊന്നു. നീ മിണ്ടാതിരിക്കുന്നൂറ നൂറിലല്ലോ. അച്ഛനമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടല്ലേ പോയത്? പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചുമ്മാ കളവിലെ സംസാരിക്കും. പോയി കഴിഞ്ഞ ഫ്ലാറ്റിലേക്ക് ഒന്ന് പറയും മോളെ, എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വീട്ടിൽ പോയാൽ ഒന്നും വേണ്ട. അപ്പൊ എന്താ ചെയ്യണെന്ന് പറയുമ്പോ? അപ്പൊ നീ എന്താ ചെയ്യണമോ? ഫ്ലാറ്റിൽ അങ്ങനെ ചേച്ചി വെക്കുമ്പോ ലാംഗ്വേജുകൾ അടങ്ങി വെക്കണം. വിശ്വസിച്ച് ചേച്ചി അതൊക്കെ ഇഷ്ടംപടി കിട്ടും. അങ്ങനെ വെക്കോ? അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലാവത്തില്ല, അവര് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മളിങ്ങനെ അങ്ങനെ കുറച്ചെങ്കിലും എങ്ങനെ അറിയണം ട്രാൻസ്ലേഷൻ. നമ്മുടെ നാട്ടിലെ ഉണ്ടാക്കുന്നത്. അപ്പൊ അവ ഇങ്ങനെ ആലോചിക്കുക എന്നാൽ അവരുടെ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയായിരിക്കണം. നിങ്ങളുടെ ലാംഗ്വേജ് ചെറുതായിട്ടൊക്കെ ഇപ്പൊ ഇവിടെ സംസാരിക്കുന്നില്ലേ, എല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്നില്ലേ? അങ്ങനെ പുള്ളിക്കാരി ഇപ്പൊ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണേ ചെവി എന്റെ ഉള്ളിൽ അവിടെ ഇരിക്കും. എന്നിട്ട് ചോദിക്കും വീഡിയോ കോൾ ചെയ്തപ്പോ ആരുടെ ബർത്ത്ഡേ? അപ്പൊ ഞാനോളും പുള്ളിക്കാരിക്ക് ഞാനോളും കപ്പിളാന്ന് അറിഞ്ഞൂടായിരുന്നു. ഫോട്ടോ ഉണ്ടായിരുന്നു വീട്ടില്, മാരേജ് ഫോട്ടോഷൂട്ടില്ല. ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ ഇങ്ങനെ ഒട്ടിച്ച് പുള്ളിക്കാരി അടിച്ചു വരുമ്പോ ഇങ്ങനെ നോക്കി നിങ്ങൾ ഫോട്ടോ കൊടുക്കലുണ്ടോ ചോദിച്ചു. ഞാനിവിടെ വിചാരിച്ചത് അറിയാണെങ്കിൽ അറിയാം, നമ്മള് പോയിട്ട് അറിയാം, നമ്മള് ജോലിക്കണ്ട, നമ്മുടെ ഹിസ്റ്ററി പറയാനൊന്നും അല്ല. കാര്യം നടത്താൻ നമ്മള് പൈസ കൊടുക്കുന്നവര് ജോലി കൊടുക്കുന്നത്. ചേച്ചി അനാവശ്യ കാര്യങ്ങൾക്ക് ഇടപെടരുത്, ചേച്ചി ജോലി വന്ന് ചെയ്തിട്ട് പോവാ അങ്ങനെ പറഞ്ഞു. നീ പറയണില്ലേ? ഞാൻ പറഞ്ഞത് വേറെ പോലെ വരാ എന്ന് വെച്ചാ എനിക്ക് വായിന്ന് വന്ന് എനിക്ക് വന്നു പോകും. ചീത്ത പറയില്ല, പറയുന്ന ആൾക്കാർക്ക് അത് പാടായിട്ട് വരട്ടെ. നീ പറയുന്നതിനെ എനിക്ക് ഞാൻ പറയാം, പക്ഷെ എന്റെ ഇത് മാറി സംസാരിക്കാം ചേച്ചി. അല്ല വഴക്കുണ്ടാക്കും, അത് നിൽക്കൂല. ഫുഡ് വരും കഴിക്കും, അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോക്കേ ഉള്ളൂ. അങ്ങനെ സംസാരിച്ച ഒരു ദിവസം പുള്ളിക്കാരി മാരേജിന്റെ വേറെ ഇരിക്കണം. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടുണ്ടോ? ചേച്ചി ചോദിച്ചാ ഞാൻ പറഞ്ഞു അത് ഫോട്ടോഷൂട്ടാണ്, ചേച്ചിനെ കല്യാണത്തിന് വിളിക്കാട്ടാന്ന് പറഞ്ഞു. ആരുടെ എന്താണെന്നൊന്നും പറഞ്ഞില്ല. അവിടെ ഇവിടെ തൊടാണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചു നീ വേറെ ഒരാളെ? അല്ലല്ല, ഞാനും അവളും കൂടെ ഇവിടെ ഫോട്ടോ വേറെ ഒരു ദിവസം കണ്ടിട്ട് പിന്നെ ചോദിക്കുക പുള്ളിക്കാരി നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ടോ? അങ്ങനെയാ. അപ്പൊ ഞാനിങ്ങനെ അവിടെ ഇവിടെ കാരണം എനിക്ക് ആ ഡോഗിലോട്ട് പോകാൻ താല്പര്യമില്ല. നമ്മളവരെ കൊണ്ടുവന്ന കാര്യത്തിന് നമ്മളെല്ലാവരും ഒരു പൊസിഷന് നിർത്തുമല്ല. നേരത്തെ പുള്ളിക്കാരി ഒരു സെർവൻ അങ്ങനെയല്ല, വന്ന പരിപാടി അങ്ങനെ ചോറ് നമ്മള് കാര്യങ്ങള് ഷെയർ ചെയ്യണ്ടോ. വന്ന പരിപാടി ഇതാണ്. പാട് ഒന്നാമത് നമുക്കൊരു പ്രൈവസി ഇല്ലേ? പാട് ഐ മീൻ പാടി നടക്കും, പറഞ്ഞോണ്ട് നടക്കും. മേളത്തെ ഫ്ലാറ്റിൽ ആരാണ്ട് ഡിവോഴ്സ് ആയി. അപ്പൊ ചേച്ചി ഇങ്ങനെ പോയി ചോദിച്ചു, ഇങ്ങനെ മോൾ നമ്മള് ചോദിക്കണേ ഭയങ്കര എന്താ മസാലയുടെ ഒരു എന്തായാലും പറയുന്നത് വീട്ടില് ആറ് ഡിവോഴ്സ് ആയി തോന്നുന്നില്ല. അല്ലെ ലോകത്തില് പോകുന്നില്ലേ 10 വർഷം